So guys, modern Kerala history ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. Modern Kerala history പഠിക്കുമ്പോൾ first of all for any examination the first thing is നമ്മൾ സിലബസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ കൃത്യമായിട്ട് രൂപത്തിൽ സിലബസ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പെട്ടെന്ന് എന്താണ് സിലബസ് എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് പിക്ചർ ഞാൻ ആദ്യം തരികയും പിന്നീട് അതിനെ ഞാൻ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആയിട്ട് ഒരു ടൈം ലൈനിൽ കൊണ്ടുവരികയും ചെയ്തുതരാം. ഓക്കെ, ശേഷം നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ ടോപ്പിക് എടുത്തിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്നുള്ളതാണ്. സോ ആക്ച്വലി ദ മോഡേൺ കേരള ഹിസ്റ്ററി സ്റ്റാർട്ട്സ് വിത്ത് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. 10 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് കേട്ടോ. യു ഗൈസ് നോ 1792 ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം വരുന്നത് എന്നുള്ളത്. സോ സംതിങ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കും ദ മൈസൂർ ഇൻവേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു എൻഡ് പോയിന്റ് ആണ് 1792 ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം, ബ്രിട്ടീഷ് മലബാറിന്റെ ഫോർമേഷൻ. ദെൻ സബ്സിഡൻസ് സിസ്റ്റം, ഹൗ ഇറ്റ് ഇസ് ഗോയിങ് ടു അഫക്ട് ദ സ്റ്റേറ്റ്സ് ഓഫ് കൊച്ചിൻ ആൻഡ് ട്രാവൻകൂർ. ഏർലി റെസിസ്റ്റൻസ് മൂവ്മെന്റ്സ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള റെസിസ്റ്റൻസ് മൂവ്മെന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഓൾറെഡി വി ഹാവ് കവേർഡ്, റൈറ്റ്? നമ്മളതിന്റെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ കേണൽ ജോൺ മൺറോയെ കുറിച്ചാണ് പറയുന്നത്. ആസ് റെസിഡന്റ് ഓഫ് ട്രാവൻകൂർ ആസ് വെൽ ആസ് കൊച്ചിൻ, വാട്ട് വർ ഹിസ് മേജർ റിഫോംസ് എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ കനോളി ഇൻ മലബാറിലെ റിഫോംസ് ആണ് പറയുന്നത്. ആൻഡ് ഓൾസോ റിഗാർഡിങ് ഹിസ് ഡെത്ത്, എങ്ങനെയാണ് മരിക്കുന്നുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു റാൻഡം ടോപ്പിക്സ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് പുറമെ വരുന്നത് സോഷ്യോ റിലീജിയസ് റിഫോർമേറ്റീവ് മൂവ്മെന്റ്സ് ഇൻ കേരള സൊസൈറ്റി എന്നുള്ളതാണ്. അതിന്റെ നേച്ചർ, സ്പ്രെഡ്, ഓൾസോ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് എഡ്യൂക്കേഷനിൽ എന്തൊക്കെ റിഫോംസ് ആണ് വരുന്നത്, ഫാമിലി സെറ്റപ്പിൽ എങ്ങനെയാണ് മാറുന്നത്. യു മൈറ്റ് ഹാഡ് അബൌട്ട് സെർട്ടൻ നായർ റെഗുലേഷൻ ആക്ട്സ്, നായർ റെഗുലേഷൻ ആക്ട് ഓഫ് 1914, നായർ റെഗുലേഷൻ ആക്ട് ഓഫ് 1925, നായർ റെഗുലേഷൻ ആക്ട് ഓഫ് 1920. ഇങ്ങനെ പല ആക്ടുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ തന്നെ മാരേജ്, ഇൻഹെറിറ്റൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടും. മാരേജുമായി ബന്ധപ്പെട്ടിട്ടും സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇവിടെ ഉണ്ടായിരുന്ന ഹിസ്റ്റോറിക്കൽ ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്. അതേസമയത്ത് ഇവിടെ പൊളിറ്റിക്കൽ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുന്നുണ്ട്. ഇതെല്ലാം സോഷ്യൽ റിഫോർമേഷന്റെ ഭാഗമാണ് കേട്ടോ, ഇതൊരൊറ്റ ഹെഡിങ്. ഓക്കെ, പൊളിറ്റിക്കൽ കോൺഫറൻസ് വരുന്നുണ്ട്. വി ഹാവ് 1921 ഒറ്റപ്പാലം കോൺഫറൻസ്, 1920 മഞ്ചേരി കോൺഫറൻസ്, പാലക്കാട്, വടകര. ഇതെല്ലാം ഏർലി കോൺഫറൻസുകളാണ്. ഈ നാലെല്ലാം പറഞ്ഞിരിക്കുന്നത് പാലക്കാടിലെ നമ്മൾ 916 ഹോം റൂൾ ലീഗ് ഉണ്ടാവുന്നുണ്ടല്ലോ, അതിനുശേഷം നടന്നിട്ടുണ്ടായിരുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ചില കോൺഫറൻസുകളും അല്ലാത്ത സ്പെഷ്യൽ കോൺഫറൻസുകളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നോട്ട് ഇൻ എ ബ്യൂട്ടിഫുൾ ലൈൻ ഓഫ് ഓർഡർ. നല്ലൊരു ഓർഡറിലല്ല ഇത് കൊടുത്തിരിക്കുന്നത്. ചില കോൺഫറൻസുകൾ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. അതിൽ തന്നെ ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസസ് വരുന്നുണ്ട്, അതിന് മുമ്പുള്ള കോൺഫറൻസസ് വരുന്നുണ്ട്. അങ്ങനത്തെ ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് KPCC, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കഷന് വിധേയമാക്കുന്നത്. ആൻഡ് ഗാന്ധി ഇന്റർവെൻഷൻസ്. ഗാന്ധി എന്ന് പറയുന്ന ടോപ്പിക് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കോംപ്രഹെൻസീവ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതിനുശേഷം കേരളത്തിലോട്ട് ഗാന്ധിയുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്, അറ്റ്ലീസ്റ്റ് ഹൗ മെനി ടൈംസ് ആക്ച്വലി ഗാന്ധി വിസിറ്റഡ് കേരള? എനിബഡി കാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ? എത്ര തവണ കേരളത്തിൽ ഗാന്ധി? ക്ലിയർ ആയില്ല കേട്ടോ, ഒന്ന് വോയിസിന്റെ പ്രശ്നമാണോ സംശയമുണ്ട്. ഇറ്റ്സ് 5 ടൈംസ്, റൈറ്റ്, വെരി ഗുഡ്. ഓക്കെ, 5 തവണ കേരളത്തിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഓരോന്ന് വരുന്നതിന്റെ സാഹചര്യം, സാധ്യതകൾ, അതുപോലെ ഗാന്ധി വന്നതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ടെൽ മി ഗൈസ്, when this temple entry proclamation happened in Kochi state? ഡിസംബർ 1947. Okay, very good. ഡിസംബർ 20. Okay, 1947 in 1948 വരുന്നത്. Because during that period we can see one particular movement happening in Cochin state. ഏതാണ് ആ മൂവ്മെന്റിന്റെ പേര്? ഒരു പെർട്ടിക്കുലർ മൂവ്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. വെരി ഗുഡ്, ഇറ്റ്സ് പാലിയം സത്യാഗ്രഹ, റൈറ്റ്. ഓക്കെ, പാലിയം സത്യാഗ്രഹയുടെ ഇമ്പാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടവാര്യരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗവൺമെന്റ് ഇങ്ങനെ ലെജിസ്ലേഷൻ മുന്നോട്ട് കൊണ്ടുവരുന്നത്, നടപ്പിലാക്കുന്നത് മനസ്സിലാക്കി വെക്കുക. ദെൻ ഐക്യ കേരള മൂവ്മെന്റ്, റോൾ ഓഫ് സർ പി രാമസ്വാമി അയ്യർ. ഓക്കെ, formation of Kerala state. So ഐക്യ കേരള മൂവ്മെന്റ്, formation of Kerala state, കണക്ടിങ് ടോപ്പിക്. ഇൻ ബിറ്റ്വീൻ ഇവിടെ സർ സി പി രാമസ്വാമി അയ്യരുടെ റോൾ എന്നുള്ളത് അത് വേറെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിന്റെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷെ ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം കൂടി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ദെൻ EMS മിനിസ്ട്രി, ലാൻഡ് ആൻഡ് എഡ്യൂക്കേഷൻ റിഫോംസ്, കോalition പൊളിറ്റിക്സ്, വിമോചന സമരം. ഇവിടെ നോക്കിക്കുക, റാൻഡംലി അതൊക്കെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ EMS മിനിസ്ട്രി വന്ന ഉടനെയാണ് കോalition പൊളിറ്റിക്സ് വരുന്നത്? വെൻ വി ഹാവ് ദ കോalition പൊളിറ്റിക്സ്, നിങ്ങളുടെ ഹിസ്റ്ററി എപ്പോഴാണ് നമുക്ക് വരുന്നത്?
The first coalition politics starts with 1960. The real coalition politics starts since 1980s. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് ഒരു ഹിസ്റ്റോറിക്കൽ അവയർനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കാരണം നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരിക്കലും സിലബസിൽ കാണുന്ന പോലെ ടു ദി പോയിന്റ് ഓക്കെ ഇനി സർ സി പി രാമസ്വാമിയുടെ അമേരിക്കൻ മോഡൽ മാത്രം അങ്ങ് പഠിച്ചു പോകാന്ന് വിചാരിക്കരുത്. ആരായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ? അദ്ദേഹം എപ്പോഴാണ് ട്രാവൻകൂറിന്റെ ദിവാനായിട്ട് വന്നത്? എനിബഡി? എനിബഡി? 1936, റൈറ്റ്. 1936 അദ്ദേഹം ദിവാനായിട്ട് വരുന്നത്. അദ്ദേഹം ദിവാനായതിനു ശേഷമുള്ള പ്രധാനപ്പെട്ട സംഭവം എന്തായിരുന്നു? അതിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് റോൾ ഉണ്ടോ? 45 ശേഷം എന്താണ് സംഭവിക്കുന്നത്? ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്ന പ്ലാൻ എങ്ങനെയാണ് ട്രാവൻകൂർ സ്റ്റേറ്റിനെ എഫക്ട് ചെയ്തിരുന്നത്? അപ്പൊ സർ സി പി അമേരിക്കൻ മോഡൽ കൊണ്ടുവന്നു. ജനങ്ങൾ എന്തുകൊണ്ട് പുന്നപ്ര വയലാർ സമരം നടത്തി? ഇങ്ങനത്തെ ചില ഡിസ്കഷൻസ് നടത്തലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും സർ സി പിയുടെ പേര് ഇത്ര ഇല്ലുള്ളൂ എന്ന് വിചാരിച്ച് പഠനം നിർത്തരുത്. Because this examination is going to be conducted by PSC only. And PSC ഒരുപാട് എക്സാമിനേഷൻസ് റീസെന്റ് നടത്തുമ്പോഴൊക്കെ അതിലൊക്കെ കേരള ഹിസ്റ്ററി വരും ജനറൽ PSC-യിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് PSC-ക്ക് ചോദിക്കാൻ പറ്റുന്ന പല സാധ്യതകളുടെ മേഖലകളുണ്ട്. അതെല്ലാം അതിൽ നിന്നെല്ലാം ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം. അത് സിലബസ് ചോദിച്ചിട്ടല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേസുമായിട്ട് നടക്കാനേ പറ്റത്തുള്ളൂ. ആൻഡ് PSC ഹാസ് വൺ സ്റ്റാൻഡ്. അവർ ചോദിക്കുന്ന സ്ഥിരം ഏരിയാസും ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഐഡന്റിഫൈ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് ഫൈനലി മൈഗ്രേഷൻ, both internal and external migration happening inside Kerala after independence. Kerala model of development, advantages, disadvantages. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതിൽ നല്ലൊരു ശതമാനം ഏരിയയും നിങ്ങൾ ഡിഗ്രിയിൽ ലാസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഉള്ളതാണ് സിലബസ് പറയുമ്പോൾ. പക്ഷെ ആ പഠനം മതിയോ? പോരാ. കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്. ഹൈലി കോമ്പറ്റീവ് നേച്ചർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഓരോ ടോപ്പിക് എടുത്ത് നോക്കുന്ന സമയത്തും യു ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് 360 ഡിഗ്രി ഓഫ് അനാലിസിസ്. വേറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കണ്ടോ, ജോൺ മൺറോ എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾ കണ്ടോ? വാട്ട്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ജോൺ മൺറോ? അറ്റ്ലീസ്റ്റ് ആരുടെ കാലഘട്ടത്തിലാണ്, ട്രാവൻകൂറിന്റെ ഏത് ഭരണാധികാരികളുടെ കാലഘട്ടത്തിലാണ് ജോൺ മൺറോ ബ്രിട്ടീഷ് റെസിഡന്റ് ദിവാനായിട്ട് മാറുന്നത്? ഗൗരി പാർവതി ഗൗരി ലക്ഷ്മിബായി. ലക്ഷ്മിബായി അവരുടെ കാലഘട്ടത്തിലാണ് ദിവാനായിട്ട് വരുന്നത്. പിന്നീട് പാർവതിബായിയുടെ കാലഘട്ടത്തിലും കുറച്ച് കാലഘട്ടം കണ്ടിന്യൂ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ജോൺ മൺറോയുടെ പ്രധാനപ്പെട്ട റിഫോംസ് എന്തൊക്കെയാണ്? യു ഹാവ് ടു നോട്ട് ദാറ്റ്. അപ്പൊ അങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ട് ലിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം എന്നുള്ളതാണ്. നമ്മൾ ചുമ്മാ പഠിച്ചു പോകലല്ല. ഓക്കെ, അങ്ങനെ റാൻഡം ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതിൽ ഏറ്റവും ആയിട്ട് ഒരു വിശദമല്ലാത്ത രൂപത്തിൽ പരന്ന് കിടക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതാണ് ഈ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദേ കൻ ആസ്ക് എനിവേർ. പിന്നെ നിങ്ങൾക്ക് ജനറൽ ഒരു എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കിൽ കേരള സോഷ്യൽ റിഫോർമേഷന്റെ ലീഡേഴ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് വി ഹാവ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. സിമിലർ ടു ദാറ്റ് സോഷ്യൽ റിഫോർമേറ്റീവ് ലീഡേഴ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് പോയിന്റ് ആണ്. പിന്നെ ഇവിടെ കേരളത്തിലെ പല മൂവ്മെന്റുകളും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇത് എവിടെയും നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 921 മലബാർ കലാപം കാണാൻ പറ്റുന്നുണ്ടോ? 930 സോൾട്ട് സത്യാഗ്രഹം കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ല എന്നുള്ളൂ. ഇവിടെ ഉണ്ട് കേട്ടോ, നിങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ നിങ്ങൾ സിലബസ് ഒന്നും വായിക്കുന്നില്ലേ? ഫൈൻ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സുകൾ ആസ് സച്ച് ഇവിടെ ഉണ്ട്. അപ്പൊ ഫ്രീഡം മൂവ്മെന്റ് നമ്മൾ രണ്ട് രീതിയിലാണ് പഠിക്കുക. ഐ കം ടു ദാറ്റ് പോയിന്റ്. നിങ്ങൾക്ക് സിലബസിൽ കൊടുത്തിരിക്കുന്ന ഓരോ ടെർമിനോളജിയും മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതിൽ ഏത് മനസ്സിലാത്തിന് ചോദിക്കുക, ജസ്റ്റ് റൈസിങ് ദിസ് വൺ ഒന്ന് നോക്കിയിട്ട് ഇതിൽ സർ ഇന്ന ടോപ്പിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് മീ റൈറ്റ് നൗ. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ബി ഗിവിംഗ് എ സെർട്ടൻ ഗുഡ് ഫ്രെയിംവർക്ക് സിൻസ് 18th century ടിൽ ദ എൻഡ് ഓഫ് മോഡേൺ കേരള ഹിസ്റ്ററി. നമ്മളൊരു ടൈം ലൈനിലൂടെ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവാണ്. ദാറ്റ്സ് ദ ഫസ്റ്റ് ടാസ്ക് ഓഫ് ടുഡേ. അപ്പൊ അതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വാക്കോ പേരോ ഒന്നും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക് മീ. ഇറ്റ്സ് ടൈം ഫോർ ദാറ്റ്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എല്ലാം ഓക്കെ ആണോ? അറ്റ്ലീസ്റ്റ് ഗിവ് മീ ദാറ്റ് റിപ്ലൈ. Still reading, right? Sir. Okay ആണോ? അത് നീ ചോദിക്കാനുണ്ടോ?
No, sir. Okay, fine. So shall I proceed, guys? Yes. So ഇതാണ് നമ്മുടെ സിലബസ് എങ്കിൽ ഇതിനൊരു ഓർഡർ ഇല്ല. ഈ സംതിങ് റാൻഡംലി പിക്ഡ് അപ്പ് ടോപ്പിക്സ്. ചിലതിൽ ഓർഡർ ഉണ്ട്, എന്നാൽ ചിലത് വൃത്തിക്കുള്ള ഒരു ഓർഡർ ഇല്ല. ഐ എം ഗോയിങ് ടു ഗിവ് യു വൺ ബ്യൂട്ടിഫുൾ ഓർഡർ. ഇത് കേൾക്കുക, കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒന്നുകൂടി സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ എഴുതാൻ സമയം കിട്ടുവാണെങ്കിൽ എഴുതാനും ശ്രമിക്കാം. പക്ഷെ കേൾക്കണം ആദ്യം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ ഡിസ്കഷൻ ആരംഭിക്കുന്നത് 18th സെഞ്ചുറി മുതൽക്കാണ്. ഐ എം ജസ്റ്റ് ടോക്കിംഗ് ഹിസ്റ്റോറിക്കലി. ഓക്കെ, 18th സെഞ്ചുറിക്ക് മുതൽക്കാണ് നമ്മുടെ ഒരു ഡിസ്കഷൻ ആരംഭിക്കുന്നത്. ആസ് പാർട്ട് ഓഫ് അവർ ഡിസ്കഷൻ നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. സോ 18th സെഞ്ചുറിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഇവന്റുകളിൽ ഒന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് റിവോൾട്ട്സ് അഗെയിൻസ്റ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ളത്. അത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ എടുത്തതാണ്. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നതാണ് മൈസൂരിയൻ ഇൻവേഷൻ ഇൻ കേരള എന്നുള്ളത്. മൈസൂരിയൻ ഇൻവേഷൻ എന്നുള്ളത്. ഈ രണ്ട് ടോപ്പിക് കഴിയുമ്പോൾ തന്നെ ചരിത്രത്തിന്റെ ഗതി മാറുന്നുണ്ട്. കാരണം 19ാം നൂറ്റാണ്ടില് ഏകദേശം 1800 ആകുമ്പോഴേക്കും ദർ വി ക്യാൻ സീ ദ ഫോർമേഷൻ ഓഫ് ബ്രിട്ടീഷ് മലബാർ. ഒഫീഷ്യലി 1801 വരുന്നതെങ്കിലും 1800 മുതൽക്ക് ബ്രിട്ടീഷ് മലബാർ വരുന്നുണ്ട്. ഈ 18ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 19ാം നൂറ്റാണ്ടിന്റെ സമയം എത്തുമ്പോഴേക്കും നമുക്ക് ബ്രിട്ടീഷ് മലബാറിന് ശേഷം രണ്ട് പ്രിൻസ്ലി സ്റ്റേറ്റിൽ കാണാൻ വേണ്ടി പറ്റും. ട്രാവങ്കൂർ സ്റ്റേറ്റ് ആസ് വെൽ ആസ് കൊച്ചിൻ സ്റ്റേറ്റ്. ഇത് രണ്ടും സബ്സിഡറി സിസ്റ്റത്തിലോട്ട് എത്തുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാ. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 19ാം നൂറ്റാണ്ടാകുമ്പോൾ നമുക്ക് കേരളത്തെ 3 പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി പറ്റും. അതിനു മുമ്പും കേരളം ഉണ്ടായിരുന്നു. ഓക്കെ, ആ കേരള ചരിത്രം നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്. പുതുതായിട്ട് ക്ലാസ്സിലിരിക്കുന്നവരുടെ ശ്രദ്ധയിലോട്ട് ആ ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഹിയർ വിൽ ബി ഡിസ്കസിങ് 19ാം നൂറ്റാണ്ടാകുന്ന സമയത്ത് കേരളത്തിനെ 3 പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി പറ്റും. ഒന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കീഴിൽ നേരിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് മലബാർ എന്ന് പറയുന്ന ഒരു ടെറിട്ടറി. അതേ സമയത്ത് ഇത് സ്വന്തമായിട്ട് ഭരിക്കുകയാണെങ്കിൽ പോലും ബ്രിട്ടീഷുകാരുടെ ഒരു ഇന്റർവെൻഷനും ഇൻഫ്ലുവൻസും ഉണ്ടായിരുന്ന കൊച്ചിൻ സ്റ്റേറ്റും ട്രാവങ്കൂർ സ്റ്റേറ്റും. ഇത് രണ്ടും പ്രിൻസിലി സ്റ്റേറ്റുകളാണ്. ഇത് ബ്രിട്ടീഷ് പ്രൊവിൻസ് ആണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യ പൊസഷൻ എന്ന് പറയുന്ന രൂപത്തിലോട്ട് വരുന്ന റീജിയൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു എൻറ്റിറ്റിയിലോട്ട് 19ാം നൂറ്റാണ്ടിൽ മാറുന്നുണ്ട്. പൊളിറ്റിക്കലി ഇത് തന്നെയാണ് 1956 വരേക്കും സംഭവിക്കുന്നത്. എന്നാൽ 1956 എന്ത് സംഭവിച്ചു? ഒഫീഷ്യലി ദ സ്റ്റേറ്റ് ഓഫ് കേരള വാസ് ഫോംഡ്, റൈറ്റ്? അങ്ങനെ എന്ത് ചെയ്തു? കേരളം മലയാളികൾ സംസാരിക്കുന്ന ഒരു നാടായിട്ട് രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ മെയിൻ റൂട്ട് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിന് ഇടക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോപ്പിക് ഞാൻ പറഞ്ഞു. റിവോൾട്ട് അഗൈൻസ്റ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, മൈസൂരിയൻ ഇൻവേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്. ആ ഇമ്പാക്ട് തന്നെയാണ് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം എന്ന രീതിയിൽ ഒരു രീതിയിൽ പൊളിറ്റിക്കൽ ഇമ്പാക്ട് ആയിട്ട് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഫൈൻ. Then at the same time 19-20 നൂറ്റാണ്ടിന്റെ സമയത്ത് ഞാൻ ഇവിടെ കൊടുക്കുന്ന കളറുകൾക്കെല്ലാം പ്രത്യേകത ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. 19-20 നൂറ്റാണ്ടിന്റെ സമയത്ത് കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് കേരള സോഷ്യൽ റിഫോർമേഷൻ എന്ന് പറയുന്ന കേരളത്തിന്റെ സാമൂഹിക പരിവർത്തനം. നമ്മൾ മലയാളത്തിൽ അതിനെ കേരള റിനൈസൻസ് എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലെ. സോ കേരള സോഷ്യൽ റിഫോർമേഷൻ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ ഏകദേശം ഒരു 10-30 ആൾക്കാർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഐ റിപ്പീറ്റ്, ഒരു 10-30 ആൾക്കാർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ലേൺ അക്കോർഡിംഗ് ടു ദെയർ വാട്ട് ദേ റെപ്രസെന്റ് എന്നുള്ളത്. അവർ എന്തിനെ റെപ്രസെന്റ് ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ശ്രീനാരായണ ഗുരു പഠിച്ചു, പിന്നെ പോയിട്ട് അയ്യങ്കാളി പഠിക്കരുത്. യുവർ ലേണിംഗ് പ്രോസസ് ഷുഡ് ബി ലൈക്ക് യു ആർ ലേണിംഗ് സംതിങ് ഇഴവ അപ്ലിഫ്റ്റ് മൂവ്മെന്റ്, ഇൻ വിച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ, ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപു, കുമാരനാശാൻ, അങ്ങനെ ഒരു സെറ്റ് ആയിട്ട് പഠിക്കുക. ആൻഡ് അയ്യങ്കാളി എന്ന് പറയും ദളിത് അപ്ലിഫ്റ്റ് മൂവ്മെന്റ്. അപ്പൊ ദളിത് അപ്ലിഫ്റ്റ് മൂവ്മെന്റിന്റെ സമയത്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ദർ ഷുഡ് ബി എ കൺസിസ്റ്റന്റ് 6 പീപ്പിൾ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അയ്യങ്കാളിയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സഹോദരൻ അയ്യപ്പൻ, നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ, പമ്പാടി ജോൺ ജോസഫ്, വൈകൽ യോഹന്നാൻ, ഡോക്ടർ വേലുക്കുട്ടി അരയൻ, ഇങ്ങനെ ഒരു 6 ആൾക്കാരെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ സെറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ യുവർ ലേണിംഗ് പ്രോസസ് വിൽ ബി സംവാട്ട് ഈസിയർ. ഐ റിപ്പീറ്റ്, ആ രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇത് അന്തം വിട്ടു പോകും, തല കറങ്ങി പോകും. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി പൊളിറ്റിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
പൊളിറ്റിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഫർദർ ടോപ്പിക്കാണ് 19-20 നൂറ്റാണ്ടിന്റെ സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ കേരള ചരിത്രം എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഡിഫറെന്റ് ഫേസ് ഓഫ് ഫ്രീഡം മൂവ്മെന്റ് ആരംഭിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള. നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ നാഷണലിസം എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുന്നുണ്ടല്ലോ, ഇന്ത്യയുടെ ഫ്രീഡം മൂവ്മെന്റ് എന്നുള്ളത്. അത് കേരളത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് പഠിക്കുമ്പോൾ രണ്ട് അപ്രോച്ചാണ് വരുന്നത്. ഒന്ന്, ബ്രിട്ടീഷ് മലബാറില് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഡയറക്ട്ലി ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്ത്യയില് ഗാന്ധിയുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പഠിക്കുമ്പോൾ അത് നമ്മൾ കേരളത്തിൽ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന എവിടെയാണ്? ബ്രിട്ടീഷ് മലബാറാണ്. അതുകൊണ്ടാണ് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ റിഫ്ലക്ഷൻ മലബാറിൽ നടക്കുന്നതും അവിടെ മലബാർ റെബല്ലിയൻ നടക്കുന്നതും. ഗാന്ധിയുടെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് നടന്നപ്പോൾ കേരളത്തിൽ നടന്നത് അത് മലബാറിന്റെ ഭാഗത്താണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ എഫക്ട് ഉണ്ടായിരുന്നത് മലബാറിന്റെ ഭാഗത്താണ്. ബിക്കോസ് ഓൾ ദീസ് റീജിയൻസ് ഡയറക്ട്ലി റൂൾഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചു എന്ന് പറയണം. ആ കോൺസെപ്റ്റിൽ വേണം പഠിക്കാൻ. അതേസമയത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കൊച്ചിയും ട്രാവൻകൂർ എന്താണ്? പ്രിൻസിലി സ്റ്റേറ്റുകളാ. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു? ഇവിടെ ജനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കൊച്ചി ആൻഡ് ട്രാവൻകൂറിൽ ജനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരവരുടെ പൊളിറ്റിക്കൽ റൈറ്റ്സിന് വേണ്ടി സമരം ചെയ്തു എന്നുള്ള. നിങ്ങൾ നിങ്ങളുടെ സിലബസിൽ എവിടെയെങ്കിലും മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന അജിറ്റേഷൻ ഇങ്ങനത്തെ ടോപ്പിക്സ് നിങ്ങൾ കണ്ടോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. കണ്ടോ? വായിക്കാൻ സമയം തന്നില്ലായിരുന്നോ? കണ്ടോ ഇല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്നാ കണ്ടോ ഇല്ല? അതിങ്ങളൊന്നും പറയും. കണ്ടില്ല. ഇല്ല, കാണാൻ ചാൻസ് ഇല്ല. കണ്ടോ? ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അത് കാണില്ല. പക്ഷെ ആ രീതിയിലുള്ള ടോപ്പിക്സ് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, എങ്കിലേ നിങ്ങളുടെ പഠനം പൂർത്തിയാവുള്ളൂ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. 1947 ഇൻഡിപെൻഡൻസ് കിട്ടി. ദർ ആക്ച്വലി വി ഹാവ് വൺ പീക്ക് പീരിയഡ് ഓഫ് ഐക്യ കേരള മൂവ്മെന്റ്, നോട്ട് ദ ബിഗിനിങ്. ഐക്യ കേരള മൂവ്മെന്റ് 1920s സമയത്ത് തന്നെ ആരംഭിക്കുന്നുണ്ട്. 1947 ശേഷം ഐക്യ കേരള മൂവ്മെന്റ് ഡിഫറെന്റ് ഫേസസ് വരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഫേസ് ആണ് 1949 ജൂലൈ 1. എന്താ അതിന്റെ സിഗ്നിഫിക്കൻസ്? എനിബഡി? തിരുകൊച്ചി സംയോജനം. വെരി ഗുഡ്, വെരി ഗുഡ്. തിരുകൊച്ചി സ്റ്റേറ്റ്, ദ ഫോർമേഷൻ ഓഫ് തിരുകൊച്ചി. തിരുവിതാംകൂറും കൊച്ചിയും ഒരുമിക്കുന്നു, ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നീട് ഇതിന്റെ എഫക്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ 1956 ഫസൽ അലി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് ആണ് എന്ത് ചെയ്യുന്നത്? അതിലോട്ട് ബ്രിട്ടീഷ് മലബാറിനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ മലബാറിനെ കൂട്ടി യോജിപ്പിക്കുകയും മോഡിഫിക്കേഷൻസ് വരുത്തുകയും അങ്ങനെ കേരള സ്റ്റേറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നത് 1956. ഇതാണ് 1956 വരെയുള്ള ഒരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ സിലബസിൽ പറയുന്ന കാര്യങ്ങളും അല്ലാത്ത കുറച്ച് സ്പെസിഫിക് കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഐ റിപ്പീറ്റ്, നിങ്ങൾ ഈ ചോദ്യ പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ കുറിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. ബട്ട് യു ഹാവ് ടു നോ ആസ് പാർട്ട് ഓഫ് ദ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഹാപ്പനിങ് ഇൻ ദ ട്രാവൻകൂർ സ്റ്റേറ്റ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ പി രാജഗോപാലാചാരി എന്ന് പറയുന്ന ദിവാനെ കുറിച്ച് നിങ്ങൾ അറിയപ്പെടണം. അങ്ങനെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്തിട്ട് ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ ചരിത്രത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവുകയുള്ളൂ. കാരണം നിങ്ങൾ HSST എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്തു, അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു എക്സാമിനേഷൻ നിങ്ങൾ ക്ലിയർ ചെയ്തു. നിങ്ങൾ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ അല്ല ഞാൻ. ഞാൻ എപ്പോഴും നിങ്ങൾ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ചരിത്രം പഠിക്കുന്നത് അത് ചരിത്രത്തിന് വേണ്ടി തന്നെ ആയിരിക്കണം. അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് നടന്നുള്ളത് വ്യക്തതയോടുകൂടി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെ കോംപ്രഹെൻസീവ് ആയിട്ട് ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. 1956 വരെയുള്ള കഥ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 57 എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് EMS ഗവൺമെന്റ് നിലവിൽ വരുന്നുണ്ട് 59 വരെ. 1960 രണ്ടാമത്തെ ഗവൺമെന്റ് നിലവിൽ വരുന്നുണ്ട്. അത് പക്ഷേ അത് കോൺഗ്രസ് മിനിസ്ട്രി ആയിരുന്നു. 1964 മിനിസ്ട്രി ഫെയിൽഡ് ആയി പോയി. പിന്നീട് 1967 വരുന്നത്. അതിനിടക്ക് എന്ത് സംഭവിച്ചു? 67 മുതൽ 69 വരെ വീണ്ടും രണ്ടാം EMS ഗവൺമെന്റാണ് വരുന്നത്. 70 അച്യുതമേനോൻ മിനിസ്ട്രി ഒന്നാമത് വരുന്നു, വീണ്ടും വരുന്നു രണ്ടാമതായിട്ട്. അങ്ങനെ അത് 1977 വരെ നീണ്ടു നിന്നു. അങ്ങനെ ആദ്യമായിട്ട് 5 വർഷവും അത് കഴിഞ്ഞ് 7 വർഷമായിട്ട് മാറുന്ന ഗവൺമെന്റ് ആയിട്ട് രണ്ടാം അച്യുതമേനോൻ മിനിസ്ട്രി മാറുന്നു. അദ്ദേഹത്തിന് ശേഷം 1980കളുടെ സമയത്താണ് LDF UDF എന്ന് പറയുന്ന ട്രെൻഡ് നമുക്ക് കേരള ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. രണ്ട് കോലീഷൻ പൊളിറ്റിക്സ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്?
Yes, sir. അതിനടുക്കുള്ള കുറച്ച് ലെജിസ്ലേറ്റീവ് റിഫോംസ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പല നിയമങ്ങളും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ ഫ്രീഡം മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ, സോഷ്യൽ റിഫോർമേഷന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് വിൽ ബി മെൻഷനിങ് അബൌട്ട്. ആസ് ഐ സെഡ് ഏർലിയർ, നായർ റെഗുലേഷൻ ആക്ട്, മരുമക്കത്തായ സിസ്റ്റം, മാട്രിലീനിയൽ സിസ്റ്റം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അബോളിഷ് ചെയ്യുന്നതും, തറവാടിത്തം, ഇല്ലം, ഇങ്ങനത്തെ കോൺസെപ്റ്റുകൾ അബോളിഷനുമായി ബന്ധപ്പെട്ടുള്ള ഹിന്ദു അബോളിഷൻ ആക്ടുകൾ എന്ന് പറഞ്ഞിട്ട് 1975 കുറച്ച് നിയമങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ചില നിയമങ്ങൾ കൂടെ അറിഞ്ഞിരിക്കുമ്പോൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ് കേരള ഹിസ്റ്ററിയിൽ വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഒരു ടോട്ടൽ ഫ്രെയിം വർക്ക്. നിങ്ങൾക്കിത് എഴുതുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നതായിരിക്കും എന്നുള്ളത്. അതിനു മുന്നേ ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ജസ്റ്റ് ഒരു ഐഡിയ ആണ് തന്നിരിക്കുന്നത്, കേരള ചരിത്രത്തിൽ നടക്കുന്ന ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഞാൻ സാധാരണ ഒന്നും അറിയാത്ത പിള്ളേർക്ക് എടുക്കുന്ന പോലെ നിങ്ങൾക്ക് എടുത്തിട്ടില്ല, ബിക്കോസ് യു ആർ ഓൾറെഡി ആൻഡ് ഓൾ ആർ ബേസിക്കലി ഫ്രം ദ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട്. ആ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒന്നും അറിയാത്തവർ എന്ന രീതിയിൽ ഞാൻ കണക്കാക്കിയിട്ടില്ല. ഐ റിപ്പീറ്റ്. അങ്ങനെ ആർക്കെങ്കിലും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിലവാരം നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കുക. കാരണം നിങ്ങൾ ഹിസ്റ്ററി ടീച്ചർമാരാ. ക്ലാസ് എടുക്കുമ്പോൾ ഈച്ച് ആൻഡ് എവരി മിനിറ്റ് പോയിന്റ് ഐ വിൽ ബി കവറിങ്. ഇത് ഞാൻ അവയർനെസ് ആണ് തന്നത്, അത് ഞാൻ ഇങ്ങനെ പറയാൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഹിസ് ദാറ്റ് ക്ലിയർ? സ്ക്രീൻഷോട്ട് എടുക്കുന്നവർ ഒന്ന് എടുത്ത് വെച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് മീ. ചോദിക്കൂ. സിലബസിൽ എന്തെങ്കിലും കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കൂ. ശേഷം നമ്മൾ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ഡിസ്കസ് ചെയ്യാണ്. ദർ ആക്ച്വലി വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ഒഫീഷ്യലി ദ സിലബസ് ഓഫ് മോഡേൺ കേരള ഹിസ്റ്ററി. ഇല്ലെന്ന് വിശ്വസിക്കുന്നതാണോ നിങ്ങൾക്കും എനിക്കും ഇഷ്ടം? At least shall I proceed with the next topic? Yes, sure, sir. Okay. Yes, sir. ഇത് മായ്ക്കുവാണ് കേട്ടോ. ആർക്കും എടുക്കുന്നുണ്ട് ഇപ്പൊ എടുക്ക്, പിന്നെ അത് പോയി കഴിഞ്ഞ പിന്നെ എന്നോട് പറയരുത്. കാരണം ഓറിയന്റേഷൻ ആണ് ഇത് തന്നിരിക്കുന്നത്. ഓറിയന്റേഷൻ ഞാൻ നോട്ട് കൊടുക്കാറില്ല. റെസ്റ്റ് ഓഫ് ദ തിങ്സ് ഐ വിൽ ബി ഗിവൻ ഹാൻഡ് ഔട്ട്. നോട്ട് തരും. സോ ഗൈസ്, നമ്മളിന്ന് നിന്നത് ടാസ്ക് 1 കഴിഞ്ഞു. ടാസ്ക് 2 നമ്മളിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക്കാണ് മൈസൂർ ഇൻവേഷൻ ഇൻ കേരള എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നോ ക്ലാസ് റൂമില്? ഇല്ല തോന്നുന്നു സർ. മൈസൂർ ഇൻവേഷൻ ഞാൻ അതർ റിവോൾട്ടുകളല്ലേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അഞ്ചുതെങ്ങും ആറ്റിങ്ങലും പഴശ്ശികലാപൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. So we are going to discuss the Mysorean invasion in Kerala. നിങ്ങൾ ഞാൻ ഈ പറയുമ്പോൾ എഴുതണ്ട, ഞാൻ എന്തായാലും നിങ്ങൾക്ക് എഴുതാനുള്ള സമയം തരാം. മൈസൂരിയൻ ഇൻവേഷൻ ഇൻ കേരള. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ബേസിക്കലി പറഞ്ഞുതരാം കേട്ടോ. ബേസിക്സ് മുതൽക്ക് വേണം നമ്മൾ പഠിച്ചു പോകാൻ വേണ്ടി. എന്നാൽ നമ്മുടെ കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു പോകാൻ പറ്റും. ജസ്റ്റ് ലിസൺ ദ പ്രോസസ്. And this was the kingdom of Mysore. So let me ask brief questions. പെട്ടെന്ന് ഷടപട ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൈസൂരിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? ശ്രീരംഗപട്ടണം. നൗ ഞാൻ ഈ ചോദ്യം ഒന്നും കൂടെ വേറെ രീതിയിൽ കൊണ്ടുപോവാണ്. മൈസൂരിൽ 1761 ഹൈദർ അലി സുൽത്താനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കിങ് ആയിട്ട് വരുന്നത്. ഹൈദർ അലിക്ക് മുന്നേ മൈസൂർ ഭരിച്ചിരുന്ന രാജകുടുംബത്തിന്റെ പേരെന്തുവാ? വെരി ഗുഡ്, വോഡയർ ഡൈനാസ്റ്റി. സോ വോഡയർ ഡൈനാസ്റ്റിയുടെ കയ്യിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? ഹൈദറിന്റെ കയ്യിലോട്ട് മൈസൂറിന്റെ ഭരണം വരാൻ വേണ്ടി പോകുന്നത്.
അങ്ങനെ 1866 മുതൽക്ക് 1892 വരെയുള്ള കാലയളവിൽ കേരളത്തിലോട്ട് മൈസൂറിന്റെ ഇൻവേഷൻ വരുന്നുണ്ട്, അധിനിവേശം വരുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടി പറ്റും. സോ നോട്ട് ദിസ് പീരിയഡ് വെരി ഇമ്പോർട്ടൻറ്റ്. Now tell me when there happened the first Anglo-Mysore War. Very good. We can see first Anglo-Mysore War. ഓർമ്മ കിട്ടാത്തൊരു ശ്രദ്ധിക്കുക, പഠനം പോരാ എന്നുള്ള കേട്ടോ. കാരണം അതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് കേരള ചരിത്രത്തിലുള്ളത്. 1867 to 69 ഇതാണ് ഒന്നാമത്തെ കലാപത്തിന്റെ അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണോ ചോദിച്ചാൽ, വൺ പ്രൈമറി റീസൺ ഇസ് ദാറ്റ് Hyder Ali actually made certain invasion to Kerala and conquered the regions of Malabar. ഹൈദരലിയുടെ ഒന്നാമത്തെ വരവില് ഹൈദർ അലി എന്ത് ചെയ്യുന്നുണ്ട്, മലബാറിന്റെ ഭാഗം പിടിച്ചെടുക്കുന്നുണ്ട്, എന്നിട്ട് പാലക്കാടിന്റെ വഴി തിരിച്ചു പോകുന്നുണ്ട്. മലബാറിന്റെ ഭാഗം പിടിച്ചെടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മലബാറിൽ സാമൂതിരി എന്ന് പറയുന്ന വലിയൊരു രാജാവ് ഉണ്ടായിരുന്നു. സോ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇഫക്റ്റ് ഓഫ് ദിസ് മൈസൂർ ഇൻവേഷൻ ഇസ് ദാറ്റ് ഒന്നാമത്തെ വരവിൽ തന്നെ സാമറിൻസ് ഫെയിൽഡ്, സാമറിൻസ് തകരുന്നുണ്ട്. നോട്ട് ഓൺലി സാമറിൻസ്, അതർ രാജാക്കന്മാരുണ്ട്. ഫോർ എക്സാമ്പിൾ ചിറക്കൽ രാജവംശം ഓഫ് കൊലത്തുനാട്, കുറുമ്പനാട്, കടത്തുനാട്, ഇങ്ങനത്തെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അവരൊക്കെ തകർന്നു പോകുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട വ്യക്തിയായിരുന്നു പഴശ്ശിരാജ. ഇത് ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹൈദർ അലി പിന്നീട് 1770s ശേഷം രണ്ടാമതും കേരളത്തിലോട്ട് വരുന്നുണ്ട്. രണ്ടാമത് കേരളത്തിലോട്ട് വന്ന സമയത്ത് ഹൈദർ അലി കൊച്ചിൻ സ്റ്റേറ്റിന്റെ ഭാഗങ്ങൾ വരെ ആയിട്ട് പിടിച്ചെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് ടാക്സേഷൻ വാങ്ങിപ്പിക്കുന്നുണ്ട്. അപ്പൊ കൊച്ചിൻ സ്റ്റേറ്റിന്റെ സെക്കൻഡ് ഹൈദർ അലി, ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നു സെക്കൻഡ് ഹൈദർ അലി 1770s ശേഷം, ഒരു 1873 ശേഷമാണ് വരുന്നത്. സോ സിംപിൾ 1770s എന്നുള്ള ഇൻഫർമേഷൻ മാത്രം മതി. ഹൈദർ അലി കൊച്ചിൻ സ്റ്റേറ്റിന്റെ ഭാഗങ്ങൾ വരെ തന്റെ ടാക്സേഷന് വിധേയമാക്കുന്നുണ്ട്. അന്ന് കൊച്ചി ഭരിച്ചിരുന്ന ആരാ? ജസ്റ്റ് റൈറ്റ്. കൊച്ചിയിലെ രാജാക്കന്മാരെ പേര് പൊതുവെ ആർക്കും കിട്ടാറൊന്നുമില്ല. എനി ഐഡിയ? സെ ക്ലൂ, രാമവർമ്മ എന്നാണ് പേര്. രാമവർമ്മ 9ാമൻ എന്നാണ് പേര്. ഈ രാമവർമ്മ 9ാമനാണ് പോപ്പുലർലി കോൾഡ് ആസ് നോൺ ആസ് ശക്തൻ തമ്പുരാൻ. യു ഗോട്ട് ഇറ്റ്? Yes, sir. അപ്പൊ രാമവർമ്മ 9ാമായിട്ടുള്ള ശക്തൻ തമ്പുരാനാണ് അന്ന് കൊച്ചി ഭരിച്ചിട്ടുണ്ടായിരുന്നത്, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഹൈദരലിയുടെ കാലഘട്ടത്തില് മലബാറിന്റെ ഭാഗങ്ങളും അതുപോലെ കൊച്ചിയുടെ ഭാഗങ്ങളും മൈസൂർ അഡ്മിനിസ്ട്രേഷന്റെ ടാക്സേഷൻ ബ്രാക്കറ്റിൽ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ പ്രൈമറി ലെവൽ ഓഫ് നോളജ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി ഹൈദർ അലി ഈ മലബാറിലോട്ട് ഇൻവേഡ് ചെയ്യാൻ കുറച്ച് റീസൺസ് വേണ്ടേ? അതിൽ ഒരു റീസൺ ആണ് കോസ്റ്റൽ ആക്സസ്. രണ്ടാമത്തതാണ് പ്രൊട്ടക്ഷൻ ഓഫ് മാഹി. അതായത് മൈസൂരിന്റെ മാപ്പ് കണ്ടോ നിങ്ങള്? മൈസൂരിന്റെ മാപ്പിൽ അവർക്ക് കടലോരങ്ങളില്ല സ്വന്തമായിട്ട്. അപ്പൊ കോസ്റ്റൽ ആക്സസ് കിട്ടണം, കടലോരം കിട്ടണം. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് മാഹിയെ ചൊല്ലിക്കൊണ്ട. ഇവിടെ മാഹി എന്ന് പറയുന്നത് ആരുടെ പ്രദേശം? ഫ്രഞ്ചുകാരുടെ പ്രദേശമാണ്. എന്ന് മുതൽക്കാ? കണ്ടോ, ഇങ്ങനെ ലിങ്ക് ചെയ്ത് ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ലിങ്ക് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ നമുക്കറിയാം മാഹി ഫ്രഞ്ചിന്റേതാണ്. പക്ഷെ നിങ്ങളുടെ എക്സാമിനേഷന് ചോദിക്കാൻ വേണ്ടി പോകുന്ന ചോദ്യം ഇങ്ങനെയാണെങ്കിലോ, മാഹി എന്ന് പറയുന്നത് ബ്രോട്ട് അണ്ടർ ഫ്രഞ്ച് പൊസഷൻ ഇൻ വിച്ച് പീരിയഡ് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. കാരണം എന്താ, ഇന്ന് നമ്മൾ മാഹി പറയും ഇസ് പാർട്ട് ഓഫ് യൂണിയൻ ടെറിട്ടറി. അത് അന്നായതാണ് 1725 ഓൺവേർഡ്സ്, 1825. എന്തിനാ മാഹിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ബിക്കോസ് മാഹിയുടെ തൊട്ടപ്പുറത്ത് വരുന്ന തലശ്ശേരിയാണ്. തലശ്ശേരി വാസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഹൂം? ബ്രിട്ടീഷ്. മൈസൂരും ഫ്രഞ്ചുകാരും തമ്മിൽ നല്ല സൗഹൃദമായത് കൊണ്ട് മാഹി ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തോളാം അവർ പറയുന്നുണ്ട്. സോ മൂന്നാമത്തെ റീസൺ എഗെയിൻസ്റ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പോളിസി ഓഫ് ഡോമിനേഷൻ എതിരായി കൊണ്ടുവന്നിട്ടുണ്ട്.
ഹൈദർലി ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു 3 കാരണങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും. ഇതിന് പുറമെ പറയാൻ പറ്റുന്നതാണ് അറക്കൽ രാജാവിന്റെ ഇൻവിറ്റേഷൻ ലെറ്ററിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈദർലി ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളതും സാമൂതിരിയുടെ എക്സ്പാൻഷൻ പോളിസിക്ക് ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ്. നിങ്ങൾക്ക് അത്രയും ഇൻഡെപ്തിലോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ബേസിക് ഒരു കാര്യം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. ദർ ഇസ് വൺ നാച്ചുറൽ കോസ് ഓഫ് കോസ്റ്റൽ ആക്സസിബിലിറ്റി, പൊളിറ്റിക്കൽ റിലേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ റിഗാർഡിംഗ് ദിസ് മാഹി that was part of this French system since 1725 and against English East India Company. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കിക്കുന്നത്. സോ ദീസ് ആർ ദ ബേസിക് റീസൺസ്. അത് നമ്മൾ പറഞ്ഞു ഹൈദർലിയുടെ ഫസ്റ്റ് ഇൻവേഷൻ, രണ്ടാമത് വരുന്നത് സെക്കൻഡ് ഹൈദർലി. ഇതോടുകൂടെ എന്ത് ചെയ്തു? ഹൈദർലി മലബാറിന്റെ ഏകദേശം ഭാഗങ്ങൾ മുഴുവൻ തന്റെ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ കൊണ്ടുവരുന്നുണ്ട്. കൊച്ചിൻ സ്റ്റേറ്റിനെ കൊണ്ട് ടാക്സ് അടുപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു? 1780 മുതൽ 84 വരെ എന്തോ സംഭവിച്ചു. എന്താണത്? Second Anglo-Mysore. Second Anglo-Mysore War. What was the result? Result was none other than in between Hyderli died. Hyderli മരിക്കുന്നുണ്ട്. ടിപ്പു ട്രീറ്റിൽ ഏർപ്പെടുന്നുണ്ട്. ടിപ്പു ഗോട്ട് മലബാർ ബാക്ക്. ടിപ്പുവിന് മലബാർ തിരിച്ചു കിട്ടുന്നുണ്ട്. ടിപ്പുവിന് മലബാർ തിരിച്ചു കിട്ടി എന്ന് മാത്രമല്ല, ബൈ ദ ട്രീറ്റി ഓഫ് മംഗലാപുരം, മംഗളൂർ ട്രീറ്റിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ടിപ്പു കുറച്ചുകൂടെ എക്സ്പാൻഷൻ നടത്തണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ 1789 ടിപ്പു സുൽത്താൻ ഹാഡ് എ പ്ലാൻ ടു കോങ്കർ ആൻഡ് ഡിഫീറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ. കണ്ടോ, ഈ ഒരു ഭാഗം ഫ്രീ ആയിട്ട് കിടക്കുന്നില്ലേ? അപ്പൊ ട്രാവൻകൂർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ബാറ്റിൽ ഈസ് കോൾഡ് ആസ് ഫില്ലപ്പ്. കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഫൈൻ. അപ്പൊ അറിയാത്തത് കൊണ്ടാണല്ലേ ഞാൻ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടാണ്. ദാറ്റ് ബാറ്റിൽ ഈസ് കോൾഡ് ആസ് ബാറ്റിൽ ഓഫ് നെടുങ്കോട്ടൈ. ആക്ച്വലി ദിസ് ബാറ്റിൽ ഓഫ് നെടുങ്കോട്ടൈ പേവ്ഡ് വേ ഫോർ ദ തേർഡ് ആംഗ്ലോ-മൈസൂർ വാർ. കണ്ടോ, ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് കേരള ഹിസ്റ്ററിയിലോട്ട് കൊണ്ടുവരുന്നത്. തേർഡ് ആംഗ്ലോ-മൈസൂർ വാർ നടക്കുന്ന എപ്പോഴാ? 1792. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ടിപ്പു വാസ് ഫോഴ്സ്ഡ് ടു സറണ്ടർ. അങ്ങനെ 1792 there happened the treaty of ശ്രീരംഗപട്ടണം. ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? Yes, sir. ഓക്കെ, സോ ലെറ്റ് മീ റിപ്പീറ്റ് ഇറ്റ് വെരി സിമ്പിൾ മാനർ. നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. വി ആർ ഡിസ്കസിംഗ് ദിസ് മൈസൂർ ഇൻവേഷൻ. മൈസൂർ ടിപ്പുവിന്റെ ഹൈദറിന്റെ കീഴിലായിരുന്നു. അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന വൂഡയർ ഡൈനാസ്റ്റി ആണ്. ടിപ്പുവിന് ശേഷം വൂഡയർ ഡൈനാസ്റ്റി റീ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. 1761 ഹൈദർലി സുൽത്താനായിട്ട് മാറി. 1766 മുതൽ 1792 വരെയുള്ള സമയത്താണ് മൈസൂർ ഇൻവേഷൻ കേരളത്തിലോട്ട് നടക്കുന്നത്. കണ്ടോ, 66 നടക്കുന്നതാണ് ഫസ്റ്റ് ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നത് അതാണ്. പിന്നീട് 1792 ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം, അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. അതിനിടക്ക് മനസ്സിലാക്കി വെക്കേണ്ടത്, ഹൈദർലി 2 തവണയാണ് മലബാർ ഇൻവേഷൻ നടത്തുന്നത്. അത് രണ്ടും വാട്ട് വാസ് ദ ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആംഗ്ലോ-മൈസൂർ വാർസ്. ഒന്നാമതിൽ സാമൂതിരി വരെ പരാജയപ്പെടുത്തി പാലക്കാട് വഴി പോകുന്നുണ്ട്. രണ്ടാമത്തെ വരവിലോടുകൂടെ കൊച്ചിൻ സ്റ്റേറ്റിനെ ടാക്സേഷന്റെ കീഴിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ആനുവൽ ട്രിബ്യൂട്ടിന്റെ കീഴിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് സെക്കൻഡ് ആംഗ്ലോ-മൈസൂർ വാറിന്റെ ശേഷം there happened treaty of മംഗലാപുരം in 1784. ഹൈദർലി അപ്പോഴേക്കും മരിച്ചിട്ടുണ്ടായിരുന്നു. ടിപ്പു സുൽത്താൻ he got these regions of Malabar back to him, and later he wanted to expand towards the state of Travancore, and that particular battle is called as battle of നെടുങ്കോട്ടൈ 1718 ആണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ സമയത്ത് ട്രാവൻകൂറിന്റെ രാജാവ് ആരായിരുന്നു? വെരി ഗുഡ്, ധർമ്മരാജ. കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്ന ധർമ്മരാജയാണ് അന്ന് ട്രാവൻകൂർ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ധർമ്മരാജയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്ന ആരാണ്? That is രാജ കേശവദാസ്. രാജ കേശവദാസ്. ഈ വൈറ്റ് കളർ തമ്മിൽ ബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ കളർ കോമ്പിനേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇങ്ങനെ നിങ്ങൾ ഈ ടോപ്പിക് പഠിച്ചു. വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം? അതാണ് അടുത്ത പോയിന്റ്.
റിസൾട്ട് ഓഫ് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. അപ്പൊ നമ്മൾ അതിലുള്ള പൊളിറ്റിക്കൽ ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ പഠിച്ചു. 1792 ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, the third Anglo-Mysore war end. Tipu was forced to pay an annual ransom of 3 crore rupees. 3 കോടി രൂപ കൊടുക്കാൻ വിധേയനാകുന്നുണ്ട്. മക്കളെ കൊണ്ടുപോകുന്നുണ്ട് വെല്ലൂരിലോട്ട് ബ്രിട്ടീഷുകാർ, നാട് കടത്തുന്നുണ്ട്. ഇതിന് പുറമെ കേരളത്തിന്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വി ക്യാൻ സീ, കേരളത്തിൽ നിന്ന് മൈസൂർ ഫോഴ്സസ് വിഡ്രോ. കേരളത്തിൽ നിന്ന് മൈസൂർ ഫോഴ്സസ് വിഡ്രോ എന്ന് പറഞ്ഞാൽ മലബാറിൽ നിന്നും മൈസൂർ ഫോഴ്സസ് വിഡ്രോ ചെയ്തു എക്സെപ്റ്റ് വയനാട്. നോട്ട് ദാറ്റ് പോയിന്റ്, എക്സെപ്റ്റ് വയനാട്. അത് ഇമ്പോർട്ടന്റാ. അത് നമ്മുടെ പഴശ്ശിയുടെ കലാപം പറയുമ്പോഴാണ് പിന്നീട് നമ്മളത് പഠിക്കുന്നത്. ദെൻ കൊച്ചിൻ സ്റ്റേറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പൊ കൊച്ചി ശക്തൻ തമ്പുരാൻ സമാധാനായി എന്ന് പറഞ്ഞപ്പോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നിട്ട് എന്തുണ്ട്, സബ്സിഡൻസ് സിസ്റ്റം സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. 1800 മുതൽക്ക് തന്നെ അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. 1805 ശക്തൻ തമ്പുരാൻ മരിക്കുന്നുണ്ട്. 1813 ആകുമ്പോഴേക്കും കൊച്ചിൻ സ്റ്റേറ്റിനെ കൊണ്ട് പരിപൂർണമായിട്ട് ഒരു ട്രീറ്റിലോട്ട് ഏർപ്പെടുപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ട്രാവൻകൂർ പിന്നെ നിങ്ങൾ ആലോചിക്കുക, ബാറ്റിൽ ഓഫ് നെടുങ്കോട്ടെ, ട്രാവൻകൂർ എന്ത് ചെയ്തു, രക്ഷപ്പെട്ടതാണ്. രക്ഷപ്പെടാൻ കാരണം അവരെ ബ്രിട്ടീഷുകാർ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് 1795 ട്രീറ്റി, 1805 വേലുത്തമ്പിതളുടെ കാലഘട്ടത്തിൽ ട്രീറ്റി, അതിനൊക്കെയാണ് സബ്സിഡൻസ് സിസ്റ്റം ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടുള്ള പല പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിനും കാരണങ്ങൾക്ക് ഇത് വിധേയമായി എന്നുള്ളതാണ് ചുരുക്കം. ഞാൻ പറഞ്ഞതിന്റെ ഐഡിയ മനസ്സിലായോ? കേരളത്തില് പഴശ്ശിയുടെ കലാപത്തിനും കാരണം ഈ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണത്തിന് ശേഷമുള്ള ബ്രിട്ടീഷുകാരുടെ പോളിസി ആയിരുന്നു. അതിന് ഒരുപാട് കാര്യങ്ങൾക്ക് കാരണമായിട്ടുണ്ടായിരുന്ന ഒന്നാണ് എന്ത്, ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ദാറ്റ്സ് വൈ ദിസ് ടോപ്പിക് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിച്ചേ. ഐ വിൽ ബി ഷെയറിംഗ് ദ സെയിം നോട്ട്സ് ഓൾസോ. ഒരു ഡീറ്റെയിൽഡ് നോട്ട് ഞാൻ അയച്ചു തരാം. ബട്ട് ഫോർ ദ സേക്ക് ഓഫ് ദ കൺവീനിയൻസ് ജസ്റ്റ് ഫോക്കസ് ഓൺ ദിസ് വൺ. ഇത് ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. സോ ദിസ് ടോപ്പിക് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നല്ലത്. കാരണം നോട്ടിൽ എന്തായാലും കളർഫുൾ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവില്ല. ജസ്റ്റ് റീഡ് ഇറ്റ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ജസ്റ്റ് ആസ്ക് മീ റൈറ്റ് നൗ ഇറ്റ്സെൽഫ്. All good? Any points to add? ഓക്കെ അല്ലേ? എന്തിലുണ്ടോ ഇനി ആഡ് ചെയ്യാന്, പറയാനുണ്ടോ? ഇല്ല സർ. സർ ഓക്കെ ആണ്. താങ്ക് യു. Let me take one screenshot as well, so that it would be easier for you also. അപ്പൊ എനിക്ക് പറയാനുള്ളത്, കേരള ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ഓക്കെ, മിസ്സാക്കരുത് കേട്ടോ. ഈസിയാണ്, മോഡേൺ കേരള ഹിസ്റ്ററി പഠിക്കുക ഈസിയാണ്. അതിന് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അത്യാവശ്യം അറിവുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നൗ വി ആർ ഡൂയിങ് മോഡേൺ കേരള ഹിസ്റ്ററി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിലവാരത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധമുള്ളവരാകണം. കാരണം ദിസ് ഈസ് നോട്ട് ആൻ എലിജിബിലിറ്റി എക്സാമിനേഷൻ, ദിസ് ഈസ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ. അപ്പൊ കോമ്പറ്റീഷൻ ഉണ്ടാകും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഇതിൽ സക്സീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബി എ കോമ്പറ്റേറ്റർ. എന്തായാലും നിങ്ങൾക്ക് ഒരു 4 months മിനിമം കിട്ടും. അത്യാവശ്യം നല്ല ടൈമുണ്ട്. നിങ്ങൾ ആരും ടൈം ഇല്ല എന്ന് വിചാരിക്കേണ്ട. അത്യാവശ്യം നല്ല ടൈമുണ്ട്. കൃത്യമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ അത് മതി. കാരണം നിങ്ങളുടെ സിലബസിൽ ഓരോ വരിയിൽ നിന്ന് നിങ്ങളോട് ചോദ്യം ചോദിക്കും പറഞ്ഞിട്ടില്ല. 100 ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ. അതും ഓരോ ടോപ്പിക്കിൽ നിന്നും എന്ത് പഠിക്കണം എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ലെവലിൽ നിങ്ങളുടെ ലെവൽ ഓഫ് നോളജ് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.